നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ട്രൂത്തിന്റെ ഈ പ്രത്യേക പ്രോഗ്രാമിലേക്ക് സ്വാഗതം. കാട്ടുകള്ളന്മാരായി തീർന്നിരിക്കുന്ന സീറോ മലബാർ സഭയിലെ മെത്രാന്മാർക്ക് നാണവും മാനവുമില്ല. അവർ കള്ളത്തരങ്ങൾ കാണിച്ചുകൊണ്ട്, തെറ്റ് കാണിച്ചുകൊണ്ട് നാണവും മാനവും അറ്റുപോയവരാണ്. ഇനി അവർക്ക് യാതൊരു തരത്തിലും മറ്റുള്ളവരുടെ മുമ്പിൽ നാണിക്കേണ്ട കാര്യമേ ഇല്ല. അവർ ആ ഒരു രീതിയിലും സൂയി റൂയി ചർച്ചാണ് എന്നാണ് ഒരു വിശ്വാസി പറയുന്നത്. ഇവിടെ അധപ്പതിച്ചു പോയ ഒരു മെത്രാൻ കൂട്ടത്തെയാണ് കാണുന്നത് വിശ്വാസികൾ എന്ന് ഈ വിശ്വാസി പറയുന്നു. ഏതായാലും ആ വിശ്വാസി പറയുന്ന വോയിസ് ക്ലിപ്പിലേക്ക് നമുക്ക് പോകാം. ഇവിടെ ആ വിശ്വാസി എടുത്തു പറയുന്ന കാര്യം, മറ്റുള്ള മെത്രാന്മാർ പോലും പാമ്പ്ലാനിയെ ഭയപ്പെട്ട് മിണ്ടാതിരിക്കുന്നു, വായ് മൂടിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതിനുള്ള മറുപടി സിനഡിലെ മെത്രാന്മാർ തന്നെ നൽകണം. നിങ്ങൾക്ക് പാമ്പ്ലാനിയെ ഭയമാണോ? കാരണം പാമ്പ്ലാനിക്ക് നാണവും മാനവും ഇല്ല, അല്ലെങ്കിൽ തെറ്റുകൾ കാണിച്ച് നാണവും മാനവും നഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ എന്ത് തെറ്റുകൾ കാണിച്ചാലും പ്രശ്നമില്ല എന്നൊരു മനോഭാവത്തിലേക്ക് പാമ്പ്ലാനി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് വിശ്വാസികൾ ഇപ്പോൾ ചിന്തിക്കുന്നത്. അതോടൊപ്പമാണ് അവർ ഈ പറയുന്ന മറ്റുള്ള മെത്രാന്മാർ പോലും വായ് മൂടിയിരിക്കുന്നത്. പാമ്പ്ലാനിയെ എതിർത്താൽ തങ്ങളുടെ സ്ഥാനങ്ങൾ നഷ്ടപ്പെടാം, തങ്ങൾക്ക് ട്രാൻസ്ഫറുകൾ വരാം, തങ്ങൾക്ക് കിട്ടുന്ന മറ്റുള്ള സുഖലോലുപതകളൊക്കെ നഷ്ടപ്പെടാം. അതുകൊണ്ട് പാമ്പ്ലാനിയുടെ അടിമകളായി തീരാമെന്നാണ് ചിന്തിക്കുന്നത് എന്ന് വിശ്വാസികൾ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇതിനുള്ള മറുപടി സീറോ മലബാർ സഭയുടെ മെത്രാൻ സിനഡാണ് നൽകേണ്ടത്. ആസന്ന ഭാവിയിൽ തന്നെ ഉടനെ തന്നെ മെത്രാൻ സിനഡ് ആരംഭിക്കുവാൻ പോകുകയായി ഈ വർഷത്തെ. അപ്പോൾ ഇവിടെ മറ്റൊരു വിശ്വാസി പറയുന്നത്, ഏതായാലും കർത്താവിനെ പോലും ബഹുമാനവും സ്നേഹവും പേടിയുമില്ലാത്ത, നാണം കെട്ട, അല്ലെങ്കിൽ ഉളിപ്പും ലജ്ജയും ഇല്ലാത്ത ഈ മെത്രാന്മാർക്കെതിരെ കുറ്റിച്ചൂലെടുക്കണമെന്നാണ് പറയുന്നത്. കേരളത്തിൽ ഒരു പഴമൊഴിയുണ്ട്, ചാണകത്തിൽ മുക്കി ചൂല് കൊണ്ടടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാണവും മാനവും ഇല്ലാത്ത, ഒരു രീതിയിലും ഉളിപ്പും ലജ്ജയും ഇല്ലാത്തവർക്കെതിരെ ഉപയോഗിക്കുന്ന ഒരു ഭാഷ്യമാണ് കുറ്റിച്ചൂല്, ചാണകത്തിൽ മുക്കി അടിക്കുക. അതിൽ കൂടി ഒരു അധപ്പതനം ഒരാൾക്കുണ്ടാകുവാനില്ല എന്നാണ് ഈ ഭാഷ്യത്തിന് അർത്ഥം. ഇവിടെ വിശ്വാസികൾ പറയുന്നു, ഈ വരാൻ പോകുന്ന സിനഡിൽ കുറ്റിച്ചൂല് കൊണ്ട് മെത്രാന്മാരെ എതിരേൽക്കണം, അവർക്കെതിരെ പ്രതിഷേധിക്കണമെന്നാണ് മറ്റൊരു വിശ്വാസി പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന് പോലും അപമാനമായി തീർന്നിരിക്കുന്നു സീറോ മലബാർ സഭയിലെ ഈ മെത്രാന്മാർ എന്ന് വേണം കരുതുവാൻ. കർത്താവ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നാണം കെട്ട് തലയിൽ തുണിയിട്ടുകൊണ്ട് ഓടിയേനെ. അത്രയും അധപ്പതിച്ചു പോയി എറണാകുളത്തെ ഈ വിഷയത്തിൽ. പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിലെ മെത്രാന്മാർ എന്ന് പറയുന്നത് അവിടെ തട്ടിലും പാമ്പ്ലാനിയും പോക്ക് കേസാണെന്നാണ് വിശ്വാസികൾ പറയുന്നത്. ആ കൂട്ടത്തിൽ തന്നെ സിനഡിലെ മെത്രാന്മാരും അധപ്പതിച്ചു പോയോ എങ്കിൽ പിന്നെ ഇവരെ കുറ്റിച്ചൂല് കൊണ്ട് നേരിടണമെന്ന് വിശ്വാസികൾ പറയുന്ന വോയിസ് ക്ലിപ്പിലേക്ക് നമുക്ക് കടക്കാം. എന്താണ് വിശ്വാസികളുടെ മനസ്സിലെ ദേഷ്യവും സങ്കടവും ആമർഷവും എന്ന് നമ്മൾക്ക് ഈ വിശ്വാസികൾ പറയുന്ന വോയിസ് ക്ലിപ്പ് കേൾക്കാം. നന്ദി, നമസ്കാരം. ക്രിമിനൽ സൈക്കോളജിയിലുള്ള ഒരു എലമെന്റ് എന്ന് പറയുന്നത്, ക്രൈം കുറെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ പിടിക്കപ്പെടില്ല എന്നൊരു തോന്നൽ ഉണ്ടാവും. ഇനി പിടിക്കപ്പെട്ടാൽ തന്നെ കുഴപ്പമില്ല എന്നൊരു ചിന്ത ഉണ്ടാവും. ആ ഒരു രീതിയിലാണ് ഇപ്പം നമ്മുടെ സഭയിലെ പല മെത്രാന്മാരും. അപ്പൊ ഇതിൽ കൂടുതൽ ഒരു സഭ അധപ്പതിക്കാനില്ല. ഇതിലും വളരെ വളരെ മെച്ചമാണ് മറ്റ് റീത്തുകൾ. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പം പാമ്പ്ലാനിക്കൊക്കെ സൂയിയുരുസ് ആണ്, തോന്നിയവാസം എന്തും ചെയ്യാം എന്നൊരു ചിന്തയായി. ചെയ്താലും ആരും നടപടിയെടുക്കാനില്ല. അപ്പം വളരെ മോശപ്പെട്ട അവസ്ഥയിലേക്ക് നമ്മുടെ സഭ പോയി. അപ്പൊ സഭയെ നശിപ്പിക്കുക എന്നുള്ളത് പാമ്പ്ലാനി ഇസ്ലാമിക തീവ്രവാദികളുടെ നിന്ന് ഏറ്റെടുത്തിരിക്കുന്ന ഒരു ദൗത്യമാണ്. എന്ന് പറഞ്ഞാൽ പാമ്പ്ലാനി അതിനകത്ത് ആയിപ്പോയി. ഇനി അതിൽ നിന്ന് പുറത്തു ചാടാൻ പുള്ളിക്ക് പറ്റില്ല. അപ്പം നമുക്കിട്ട് പണി തരിക എന്നുള്ളത് ആണ് പുള്ളി ചെയ്യുന്നത്. പിന്നെ മറ്റു മെത്രാന്മാര് അവർക്കും അവരുടെ ഇതില് സുഖമായിട്ട് അവിടെ ഇരിക്കണമെങ്കിൽ ചിലപ്പോൾ സിനഡിൽ വല്ല ട്രാൻസ്ഫറോ ഒക്കെ വരാതിരിക്കാൻ വേണ്ടി അവര് ഇങ്ങനെ സുഖിപ്പിച്ച് അവിടെ ഇരിക്കും. കാരണം പാമ്പ്ലാനിയാണ് അജണ്ട ഫിക്സ് ചെയ്യുന്നത്. സെക്രട്ടറി സിനഡിനകത്ത് അജണ്ട ഫിക്സ് ചെയ്യും. ഇത്ര അതിരൂപതകൾ, ഇത്ര മെത്രാപോലിത്തമാർ, ഇത്ര രൂപതകൾക്ക് സഹായ മെത്രാന്മാർ
ഇത്ര പുതിയ രൂപതകൾ. ഇങ്ങനെ പാമ്പ്ളാനി അവിടെ ഇരുന്ന് പറയും, കുറെ മെത്രാന്മാർ ഉറങ്ങും, കുറെ പേര് എന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ എന്ന് വിചാരിക്കും. അങ്ങനെ ഇത്രയും നശിച്ച ഒരു സഭ വേറെ ഉണ്ടാകാൻ സാധ്യതയില്ല. ഏതായാലും നമ്മുടെ യുവാക്കളുടെയും ചെറുപ്പക്കാരുടെയൊക്കെ ഭാവി അവര് എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് കാത്തിരിക്കണം, ഇവരെ കണ്ടുപിടിച്ച്. ബ്രദറെ, കുറ്റിച്ചൂലും ചാണകവെള്ളവും ഇവർക്കെതിരായിട്ടുള്ള പ്ലക്കാർഡുമായിട്ട് സീനഡ് തുടങ്ങുന്ന ദിവസം നമ്മുടെ ഗ്രൂപ്പിലെ നേതാക്കന്മാർ പറയുന്ന അനുസരിച്ച് ആ സമയപ്രകാരം എല്ലാവരും അവിടെ എത്തിച്ചേരുന്നതിന് ശ്രമിക്കുക. നമ്മൾ കുറ്റിച്ചൂല് കാണിച്ച് ചാണകവെള്ളം തളിച്ച് ഇവരെ ആശീർവദിച്ച് താക്കീത് കൊടുത്താണ് സീനഡിലേക്ക് വിടാൻ പോകുന്നത്. ഇത്രയും നാളും മൗനമായിരുന്ന ഇത്രയും പ്രശ്നങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ബസിലിക്കയിൽ നടന്നിട്ടും താൽക്കാലിക പന്തലിൽ താൽക്കാലിക അൾത്താരയിൽ പട്ടം കൊടുക്കപ്പെട്ട ചടങ്ങുകൾ നടന്നിട്ടും മൗനവ്രതത്തിലായിരിക്കുന്ന എല്ലാ അരപ്പട്ട കെട്ടി എന്ന് പറയുന്ന മെത്രാന്മാരെന്ന് പറയുന്ന മനുഷ്യരോട് കുറ്റിച്ചൂലും ചാണകവെള്ളവും പ്ലക്കാർഡുമായിട്ടാണ് നമ്മൾ താക്കീത് കൊടുക്കാൻ പോണേ. അതുകൊണ്ട് എല്ലാവരും അതിനുവേണ്ടി കരുതിയിരിക്കുക. അതിൻ്റെ സമയവും ദിവസവും നമ്മുടെ ഗ്രൂപ്പിലെ നേതാക്കന്മാരെന്ന് പറയുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റർ അവരെല്ലാവരും കൂടി തീരുമാനിച്ച് അറിയിക്കുന്നതായിരിക്കും. സ്നേഹത്തോടെ കാത്തിരിക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, കുറ്റിച്ചൂലുകൾ അവരവരുടെ ഭവനങ്ങളിൽ നിന്നും കൊണ്ടുവരിക. അത് നമ്മൾ വീട്ടിൽ ഉപയോഗിച്ച് തേയ്മാനമായ ഒത്തിരി ചൂലുകളുണ്ടാവും. കഴിയാവുന്നവർ അവരവരുടെ പരമാവധി കൊണ്ടുവരാൻ ശ്രമിക്കണേ, എന്നെങ്കിലാണ് നമ്മുടെ ഈ കാര്യത്തിന് ഒരു വിജയം ഉണ്ടാവുകയുള്ളൂ. ചാണകവെള്ളം മൊത്തത്തിൽ കോമൺ ആയിട്ട് അവിടെ ഉണ്ടാകും. പ്ലക്കാർഡുകളും സംഘടന ഭാരവാഹികൾ കൊണ്ടുവരും. പക്ഷേ കുറ്റിച്ചൂൽ നിങ്ങൾ കൊണ്ടുവരണമേ എന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് വോയിസ് ഓഫ് ട്രൂത്ത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ കാണുന്ന പരിപാടികൾ, പ്രോഗ്രാമുകൾ മറ്റുള്ളവരോട് കാണുവാൻ, അങ്ങനെ വോയിസ് ഓഫ് ട്രൂത്ത് എല്ലാവരിലേക്കും എത്തുവാൻ പ്രോഗ്രാം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.